ഏതു സമയത്തും തകർന്നു വീഴാവുന്ന കുടിലിൽ രണ്ട് മക്കളെയും കൊണ്ട് ഭീതിയിൽ കഴിയുകയാണ് ഒരമ്മ. കൊല്ലം മുണ്ടയ്ക്കൽ പാപനാശം സ്വദേശിനി രാജിക്കാണ് ഈ ദുർവിധി. ആ കാഴ്ചയിലേക്ക്. ഏതു സമയത്തും തകർന്നു വീഴാവുന്ന കുടിലിൽ മക്കളെ മാറോട് ചേർത്ത് വെച്ച് രാജി താരാട്ട് പാടുന്നത് പ്രതീക്ഷയറ്റ മനസ്സുമായാണ്. ഭർത്താവ് ബെൻസി മരിച്ചതോടെ രണ്ടാമത് വിവാഹിതയായ രാജിക്ക് ചുരുക്കത്തിൽ വീടില്ലാത്ത അവസ്ഥയാണ്. ആദ്യ ഭർത്താവിന്റെ പിതാവിന്റെ പേരിലാണ് സുനാമി പുനരധിവാസ ഫ്ളാറ്റ് അനുവദിച്ചത്. അത് വിട്ടു നൽകാൻ 25,000 രൂപ ആവശ്യപ്പെട്ടുവെന്നും തനിക്കതിന് ശേഷിയില്ലെന്നും നാട്ടുകാരുടെ സഹായത്താൽ ജീവിക്കുന്ന രാജി പറയുന്നു. പിന്നെ പട്ടിണി പാടും തന്നെ, എൻ്റെ അടുപ്പ് പുകയത്തില്ല. അന്നേരം എനിക്ക് കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. പിന്നെ എൻ്റെ മക്കള് വെള്ളത്തിൽ കിടക്കുക. എനിക്ക് അതാണ് ഏറ്റവും വലിയ വേദന. അപ്പുറം ഇപ്പുറമുള്ള മക്കളൊക്കെ മഴ നനയാതെ കിടക്കുമ്പോൾ എൻ്റെ മക്കള് മഴയത്ത് കിടക്കുക. എനിക്ക് അതാണ് വേദന കൂടുതൽ. നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് അമ്മയും മക്കളും വിശപ്പകറ്റുന്നതെന്ന് അയൽവാസിയായ ഷിജി പറഞ്ഞു. ആഹാരത്തിന് ഒരു നിവൃത്തിയില്ലാതെ നേരം വെളുക്കുമ്പോൾ രണ്ട് കുഞ്ഞു മക്കളായിട്ട് ജോലിക്ക് പോകാനും പറ്റാത്തൊരവസ്ഥയിൽ വേദനിക്കുന്നൊരു കൊച്ചു. അപ്പം ഇത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കണ്ടിട്ട് അവർക്ക് ചെയ്യുന്ന ഒരു ആനുകൂല്യം എന്താ കഴിയുന്നതെന്ന് വെച്ചാൽ സഹായിച്ചാൽ വലിയ കാര്യം. അടുത്ത് കിടക്കുന്ന നമുക്ക് അത്രയും വിഷമാക്കും. രാജിയെ പോലുള്ള വീട്ടമ്മമാരുടെ ദുരിതത്തിന് അറുതി വരുത്താൻ ആരാണ് മുന്നിട്ടിറങ്ങുക? കൊല്ലം മുണ്ടക്കലിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. ചന്ദ്രബോസ് വധക്കേസിൽ വിചാരണയ്ക്കിടെ കൂറുമാറിയ മുഹമ്മദ് നിസാമിന്റെ ഭാര്യയ്ക്കെതിരെ കേസെടുത്തു. കോടതിയിൽ പ്രതിഭാഗത്തിന് അനുകൂലമായി മൊഴി മാറ്റിയതിനാണ് നടപടി. ചന്ദ്രബോസ് വധക്കേസിൽ ഒരാഴ്ചക്കകം വിചാരണ പൂർത്തിയാക്കുമെന്നും നവംബർ 30-ന് അകം വിധി പറയാനാകുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. സാക്ഷി വിസ്താരത്തിനിടെ ഇക്കഴിഞ്ഞ 12-നാണ് 11ാം സാക്ഷിയും പ്രതി മുഹമ്മദ് നിസാമിന്റെ ഭാര്യയുമായ അമൽ കോടതിയിൽ മൊഴി മാറ്റിയത്. കേസിന്റെ ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിക്ക് വിരുദ്ധമായി ചന്ദ്രബോസിന് പരിക്ക് പറ്റിയ സംഭവം വാഹനാപകടമാണെന്ന് അമൽ കോടതിയിൽ പറഞ്ഞു. കൂറുമാറിയതിനും കള്ളസാക്ഷി പറഞ്ഞതിനും കേസെടുക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കണക്കിലെടുത്താണ് അമലിനെതിരെ കേസെടുത്തത്. ചന്ദ്രബോസ് വധക്കേസിന്റെ വിചാരണക്കായി കോടതി നിശ്ചയിച്ചിരുന്ന കാലാവധി ഇന്നലെ അവസാനിച്ചു. ഒരാഴ്ചയ്ക്കകം സാക്ഷി വിസ്താരം പൂർത്തിയാക്കാനാണ് പ്രോസിക്യൂഷന്റെ ശ്രമം. നവംബർ 30-നകം കേസിൽ വിധി പറയാനാകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു പറഞ്ഞു. പ്രതിഭാഗം സാക്ഷ്യപ്പെട്ടി കൊടുത്തിട്ട് കൂടുതൽ സാക്ഷികളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയില്ല എങ്കിൽ നവംബർ 30-നകം വിധി പറയാൻ കഴിയും. ആകെയുള്ള 111 സാക്ഷികളിൽ പ്രധാന സാക്ഷികളുടെ വിസ്താരം ഇതിനകം പൂർത്തിയാക്കാനായിട്ടുണ്ട്. കേസിൽ നിർണായകമായേക്കാവുന്ന മറ്റ് സാക്ഷികളെ മാത്രമാവും ഇനിയുള്ള ദിവസങ്ങളിൽ വിസ്തരിക്കുക. ഇതുവരെയുള്ള വിചാരണാ നടപടികളിൽ പോരായ്മകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ കൊയ്ത്ത് യന്ത്രം വാടകയ്ക്ക് നൽകി അഴിമതി നടത്തുന്നതായി ആരോപണം. കോട്ടയം നഗരസഭയിലാണ് സംഭവം. ചട്ടങ്ങൾ ലംഘിച്ച് സ്വകാര്യ വ്യക്തിക്ക് നൽകിയ കൊയ്ത്ത് യന്ത്രം തിരികെ എത്തിച്ച് കർഷകർക്ക് നൽകണമെന്ന് ആവശ്യവുമായി CPIM പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ്. കോട്ടയം നഗരസഭയുടെ നാട്ടകം സോണൽ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 27 ലക്ഷം രൂപയുടെ കൊയ്ത്ത് യന്ത്രമാണ് സ്വകാര്യ വ്യക്തിക്ക് ചട്ടങ്ങൾ ലംഘിച്ച് വാടകയ്ക്ക് നൽകിയത്. യന്ത്രം കൊണ്ടുപോയ സംഭവം അറിഞ്ഞെത്തിയ CPIM പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ തടഞ്ഞുവെച്ചു. കൊയ്ത്ത് യന്ത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തെന്നും ആർക്കും വാടകയ്ക്ക് നൽകിയിട്ടില്ലെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുമ്പോൾ പ്രതിമാസം 3000 രൂപയ്ക്കാണ് യന്ത്രം വാടകയ്ക്ക് നൽകിയതെന്ന് നഗരസഭാ സെക്രട്ടറി AC കുര്യാക്കോസ് സമ്മതിക്കുന്നു. മുൻ ചെയർമാൻമാരാണ് ഇതിന് അനുമതി നൽകിയതെന്നും സെക്രട്ടറി വ്യക്തമാക്കി. വിവരങ്ങൾ തെറ്റായി നൽകുകയും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ മറവിൽ 30,000 രൂപ വാടകയുള്ള യന്ത്രം 3000 രൂപയ്ക്ക് വാടകയ്ക്ക് നൽകിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും CPIM നാട്ടകം ലോക്കൽ സെക്രട്ടറി KG വിനോദ് ആരോപിച്ചു. തിരക്ക് പിടിച്ചു ഈ കൊയ്ത്ത് മിഷൻ കൊടുത്തത് വലിയ അഴിമതിക്ക് കളമൊരുക്കിക്കൊണ്ടാണ്. കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ഷീജാനിൽ PN സരസമ്മാൾ, സനൽ തമ്പി, അരുൺ ഷാജി എന്നിവരും സംഭവസ്ഥലത്തെത്തി സെക്രട്ടറിയോട് കൊയ്ത്ത് യന്ത്രം തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. നഗരസഭാ സെക്രട്ടറി പോലീസ് സാന്നിധ്യത്തിൽ യന്ത്രം എത്തിക്കാമെന്ന് എഴുതി നൽകിയതിനെ തുടർന്നാണ് CPIM പ്രവർത്തകർ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് HL ദത്തുവിനെതിരെ ആഞ്ഞടിച്ച് റിട്ടയർഡ് ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. HL ദത്തു അഴിമതിക്കാരനെന്നും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നും കട്ജു. കൊളീജിയം സംവിധാനം സുതാര്യമല്ലെന്ന് പറഞ്ഞ് കട്ജു ജസ്റ്റിസ് KG ബാലകൃഷ്ണനെയും വിമർശിച്ചു. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള പുതിയ സംവിധാനമായ ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷനെതിരെ വന്ന സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കവെയാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് HL ദത്തുവിനെതിരെ ആഞ്ഞടിച്ചത്.
സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കഡ്ജു നേരത്തെ നടത്തിയ ആരോപണങ്ങൾ ഇവിടെയും ഉന്നയിക്കുകയായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് HL ദത്തു അഴിമതിക്കാരനാണ്. ദത്തു കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. This present Chief Justice of India, Dattu, I got voluminous documentary proof that he is a corrupt man. He is Chief Justice of India. He has built a palatial house in Bangalore on 1200 square meters of land. Must be costing 25-30 crores. Where has he got the money for all that? സുപ്രീം കോടതി ജഡ്ജിമാരെ കൊളീജിയം എന്ന് വിളിക്കുന്ന സംവിധാനത്തിലൂടെ ജഡ്ജിമാർ തന്നെ നിയമിക്കുന്നത് സുതാര്യമോ സത്യസന്ധമോ ആയല്ല. രാഷ്ട്രീയ നേതാക്കളുടെ നോമിനികളെയും കൊളീജിയം നിയന്ത്രിക്കുന്ന ജഡ്ജിമാരുടെ അടുപ്പക്കാരെയുമൊക്കെയാണ് സുപ്രീം കോടതി ജഡ്ജിമാരായി നിയമിക്കുന്നത്. ജസ്റ്റിസ് KG ബാലകൃഷ്ണനെയും കഡ്ജു വെറുതെ വിട്ടില്ല. പല അഴിമതിക്കാരെയും സുപ്രീം കോടതി ജഡ്ജിയാക്കുന്നതിന് ജസ്റ്റിസ് KG ബാലകൃഷ്ണന് പങ്കുണ്ടായിരുന്നു. മദ്രാസ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായിരുന്ന BD ദിനകരനെ സുപ്രീം കോടതി ജഡ്ജിയാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ താൻ ജസ്റ്റിസ് കപാട്ടിയോട് പറഞ്ഞിരുന്നു. എന്നാൽ അരമണിക്കൂറിനുള്ളിൽ BD ദിനകരന്റെ പേര് മുകളിലേക്ക് പരിഗണിക്കപ്പെടുകയാണുണ്ടായത്. ഇതിനു പിന്നിൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണനായിരുന്നു. 3 സീനിയർ സുപ്രീം കോടതി ജഡ്ജിമാരും 2 പ്രമുഖ വ്യക്തികളും കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയടക്കം 6 പേർ ചേരുന്ന ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് നിഷേധിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിന് ദേശീയ ജുഡീഷ്യൽ കമ്മീഷനാണ് അഭികാമ്യമെന്ന കാഴ്ചപ്പാടായിരുന്നു കഡ്ജു പ്രസംഗത്തിലുടനീളം പങ്കുവച്ചത്. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. പാരീസിലെ ഭീകരാക്രമണത്തിലെ സൂത്രധാരന് വേണ്ടിയുള്ള തിരച്ചിലിനിടയിൽ വനിതാ ചാവേർ പൊട്ടിത്തെറിച്ചു. ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹമീദ് അബൌദിനായുള്ള തെരച്ചിലിനിടെയാണ് ചാവേർ പൊട്ടിത്തെറിച്ചത്. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനായ അബ്ദുൽ ഹമീദ് അബൌദ് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് അപ്പാർട്ട്മെന്റിൽ തിരച്ചിൽ നടത്തിയത്. പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വനിതാ ചാവേർ സ്വയം പൊട്ടിത്തെറിച്ചത്. തുടർന്നുണ്ടായ വെടിവെപ്പിൽ അക്രമികളിൽ മറ്റൊരാളും കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. പുലർച്ചെ 4:30യോടെയാണ് വെടിവെപ്പ് തുടങ്ങിയത്. വെടിവെപ്പ് നടക്കുന്നതിന്റെ വീഡിയോ ഫ്രഞ്ച് ടെലിവിഷൻ പുറത്തുവിട്ടു. വെടിവെപ്പ് നടത്തിയവരിൽ 2 പേരെ പിടികൂടിയതായും റിപ്പോർട്ടുണ്ട്. 7 തവണ സ്ഫോടന ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. മേഖലയിൽ സൈന്യത്തെ വിന്യസിച്ചു. പാരീസ് ആക്രമണത്തിൽ 9 പേർ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഫ്രാൻസിലാകെ സുരക്ഷയ്ക്കായി 1,15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച ബോംബ് ഭീഷണിയെ തുടർന്ന് അമേരിക്കയിൽ നിന്ന് പാരീസിലേക്കുള്ള 2 എയർ ഫ്രാൻസ് വിമാനങ്ങൾ നിലത്തിറക്കി. 129 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്.